അങ്ങനെ നമുക്ക് പണി കിട്ടിയ വണ്ടി കസ്റ്റമർ കൊണ്ടുപോയിരിക്കുകയാണ്. വെൽക്കം ടു ഡേ 74 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. ഇന്ന് എക്കോസ്പോർട്ട് ഡെലിവറി കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി അതിരാവിലെ തന്നെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയും വണ്ടി നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുകയും ചെയ്തു. വാഷ് ചെയ്യുന്ന സമയത്തും ABS മൊഡ്യൂളിന് വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് സാധനം ഇടാൻ കഴിഞ്ഞ വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു. എന്നാൽ സെക്കൻഡ് ഇട്ടാൽ വിജയിക്കാൻ സാധ്യത കുറവാണെന്നാണ് പലരും വഴി നമുക്ക് അറിയാൻ കഴിയുന്നത്. വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഇട്ടാലും അത് തന്നെ കിട്ടുകയും വേണം. അത് കുറച്ച് ടാസ്ക് ആണ്. അങ്ങനെ വാഷൊക്കെ ചെയ്ത് വണ്ടി കൊണ്ട് ഇട്ട ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ കസ്റ്റമർ വരികയും പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. ABS മൊഡ്യൂൾ പണിഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ട് ഫുൾ എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന A-Star എക്സ്ചേഞ്ച് തന്നിട്ടാണ് വണ്ടി കൊണ്ടുപോയത്. ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ് നീറ്റായി കിടക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ല. അങ്ങനെ നമ്മുടെ കാറിന്റെ പ്രൊമോഷൻ പേജിൽ ഇടാൻ വേണ്ടി അപ്പോൾ തന്നെ ആ വണ്ടി കൊണ്ടുപോയി അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ എടുത്തു. ശേഷം നേരെ വന്ന് അതിന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം ABS മൊഡ്യൂളിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി. അതിൽ ഇനി മറ്റൊന്നും ചെയ്യാനില്ല. റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇനി നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഫോർഡിൽ വിളിച്ച് പുതിയതങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഉച്ചയായപ്പോൾ ഒരു ടീം വരികയും നമ്മുടെ ഷോപ്പിൽ ഇന്ന് കയറിയ A-Star നോക്കി ചെക്ക് ചെയ്യുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും നല്ല ഒരു വിലയ്ക്ക് അപ്പോൾ തന്നെ അവർ ഫുൾ പേയ്മെന്റ് തന്ന് എടുക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ആ വണ്ടി ഒരു ദിവസം പോലും നമ്മുടെ കയ്യിൽ തികച്ചു കിടന്നില്ല. ബാക്കി നാളെ